ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സ്പൈസി ഗലേറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ ബ്രെഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ബീഫ് പോള റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 3 സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, 2 ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു പിടി കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 കപ്പ് പാല്, പിന്നെ കുക്ക് ചെയ്തിട്ടുള്ള ബീഫ് ബ്ലെൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ബ്രെഡ് സ്ലൈസസും അതിൻ്റെ 4 സൈഡുമുള്ള ബ്രൗൺ കളർ റിമൂവ് ചെയ്തിട്ടുണ്ട്, 3 എഗ്ഗ്, ഓയിലും. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് വഴറ്റിയെടുക്കുന്നത്. സവാള സോഫ്റ്റായി വരുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ സവാള വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോസ് ആയിരുന്നു. ഞാനത് ചേർക്കാനായിട്ട് വിട്ടുപോയിട്ട് ഡയറക്റ്റായിട്ട് മസാല പൗഡേഴ്സാണ് ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഗരം മസാല, മീറ്റ് മസാല, പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പൗഡേഴ്സിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി മിക്സാക്കി എടുക്കണം. അപ്പോൾ മസാലാസ് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടിരുന്ന ടൊമാറ്റോസ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം സൈഡിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഈ മിക്സ്ചറുമായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ടൊമാറ്റോസ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ബ്ലെൻഡറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫൈനലി നമുക്കിനി കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അടുത്തതായി നമുക്ക് ബ്രെഡ് സ്ലൈസസ് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബ്ലെൻഡറിലേക്ക് 3 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ മിക്സ്ചറിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ്ചറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ഫ്രൈ പാനിലാണ് ഞാനിനി ബ്രെഡ് പോള സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഓരോ ബ്രെഡ് സ്ലൈസസും എടുത്തിട്ട് നമ്മൾ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ പാനിൽ അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. ചട്ടിപ്പത്തിരിക്കൊക്കെ ചെയ്തതുപോലെ തന്നെ നമ്മൾ പാനിൻ്റെ താഴെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടും കവറാവുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്തെടുക്കാൻ. അതുപോലെ സൈഡ്സിലെല്ലാം ബ്രെഡിനെ ചെറിയ പീസസ് ആക്കിയിട്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വേണം കവർ ചെയ്തെടുക്കാൻ. അങ്ങനെ താഴെയുള്ള ലെയർ കംപ്ലീറ്റ് ആയിട്ടും ഞാൻ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ട് തന്നെയാണ് ഇവിടെ ബീഫ് മസാല ഫില്ലിംഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അഗെയിൻ ഈ മസാല ലെയറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് ലെയർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് സ്ലൈസസ് എഗ് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മസാല ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒട്ടും ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഞാൻ ടോപ്പ് പോർഷനും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പം സിംഗിൾ ലെയർ പോളയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്നിട്ടുള്ള എഗ് മിക്സ്ചർ ഒഴിച്ച് ഈവൺ ആയിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആക്കി എടുക്കണം. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചട്ടിപ്പത്തിരിയിലൊക്കെ ചെയ്തെടുക്കുന്ന പോലെ 2-3 ലെയേഴ്സിൽ ചെയ്തെടുക്കാം. ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ടോപ്പ് പോർഷൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട് വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. താഴ്ഭാഗം പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ സൈഡും കൂടെ കുക്കാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് പോള വേറൊരു
സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫൈനലി നമ്മുടെ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ബ്രെഡിൻ്റെ ഒരു തിൻ ആൻഡ് സ്മൂത്ത് കവറിങ്ങും അതിനോടൊപ്പം നല്ല തിക്ക് ബീഫ് മസാലയുടെ ഒരു കോമ്പിനേഷനും കൂടെ വരുന്ന നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് ബ്രെഡ് ബീഫ് പോള. അപ്പോൾ ഈ റിച്ച് ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. മറ്റൊരു റെസിപ്പിയായിട്ട് തിരിച്ചു വരാം. ടിൽ ദെൻ ബൈ ഫ്രം സ്പൈസി ഗലേറിയ.